ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജില്ലാ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജവഹർ ഓഡിറ്റോറിയത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷനിലെല്ലാം കൂട്ടായിട്ട് ചേർത്തുകൊണ്ട് കുട്ടികൾ സ്കൂളുകളിലേക്ക് സുരക്ഷിതരായിട്ട് എത്തുക എന്നുള്ള കാര്യം ഏറ്റെടുക്കണം. അതായത് കുട്ടികളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഈ കാര്യങ്ങൾ ഏറ്റവും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യം ഇനിയിപ്പോൾ ഹോളിഡേ പ്രഖ്യാപിച്ചാൽ തന്നെ പലപ്പോഴും അവർ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും ഒരു ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നത്. ചുറ്റുവട്ടത്തെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ണും കാതും തുറന്നിരിക്കേണ്ട ഒരവസ്ഥ റെസിഡൻസ് അസോസിയേഷൻ വഴി അവിടെയുള്ള വീടുകൾ ബാക്കി വരാൻ സാധ്യത ഒരു കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ വീടിനുള്ളിലും ഉള്ളിലും പുറത്തും നടക്കുന്ന പല കാര്യങ്ങളിലും പബ്ലിക് സേഫ്റ്റി ആംഗിളിൽ നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പരിപാടിയിൽ ഫെറ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷനായി. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് അഡീഷണൽ SP പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം, റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി എന്നിവയെക്കുറിച്ച് ഹരിത കേരളം ജില്ലാ മിഷൻ റിസോഴ്സ് പേഴ്സൺ സുനിൽ ദത്ത വിശദീകരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സൈബർ സെൽ സീനിയർ CPO BS അനൂപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KP മുരളീകൃഷ്ണൻ, K പങ്കജവല്ലി, VA രാമാനുജൻ, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, MV സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഓരോ അസോസിയേഷനുകളിൽ നിന്നും 3 പേർ വീതമാണ് സെമിനാറിൽ പങ്കെടുത്തത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.